ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ. രാവിലെ രണ്ടാം ദിവസമാണ് ഇന്ന് നാളെയുമായിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടരുന്നു. നാളെ ഉച്ചയോടെ, ശനിയാഴ്ച ഉച്ചയോടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും. പങ്കെടുക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് വരാൻ കഴിയില്ലെന്നറിയാം. യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. എങ്കിലും നിങ്ങളായിരിക്കുന്നിടത്ത് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. 3 കാര്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ചെയ്യണം. 1, ബൈബിൾ പഠിക്കുക. ബൈബിൾ എങ്ങനെയെല്ലാം പഠിക്കാം? ബൈബിളിലെ അത്ഭുതങ്ങളെ ഒന്ന് പഠിക്കുക. ബൈബിളിൽ നിന്ന് വിശ്വാസം പഠിക്കുക. ബൈബിളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. അങ്ങനൊരു പഠനം, ഇപ്പം ഈ ന്യായവിധി, വരുവാനുള്ള ന്യായവിധി, സഹസ്രാബ്ദ യുഗം, ഇതെല്ലാം പഠിക്കണം. അതുകൂടാതെ ഇങ്ങനെയുള്ളതും കൂടി നിങ്ങൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങൾക്ക് ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. കാരണം സഹസ്രാബ്ദ യുഗമൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ന്യായവിധി, ദൈവത്തിൻ്റെ വെള്ളസിംഹാസനം, അവിടെയൊക്കെ ചെന്നിട്ട് നമുക്ക് പ്രോഗ്രാമൊന്നുമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, പുത്രനിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ വഴിക്കൊന്നും തിരിയുന്നില്ല. നമ്മൾ നേരെ മണവാട്ടി സഭ നിത്യതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭൂമിയിൽ എങ്ങനെ ഒരു വിജയകരമായ ജീവിതം നയിക്കാമെന്നുള്ള ബന്ധത്തിൽ ഉള്ള ഒരു പഠനം. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് വേണം. ബൈബിള് പഠിക്കണം. ബൈബിളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് നിശ്ചയമുള്ളവരായിരിക്കണം. അടുത്തത്, യേശുവിനെ ആരാധിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളെല്ലാം പാടി അങ്ങോട്ട് ആരാധിക്കുക. അടുത്തത്, ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കുക. സന്തോഷം പൂർണ്ണമാകുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും, തരാമെന്ന് കഴിഞ്ഞ ദിവസം യേശു നമ്മെ ഉറപ്പിച്ചത്. യോഹന്നാൻ 16 ആ വാക്യം നമ്മൾ 16-ന്റെ 23, 24 വായിക്കുമ്പോൾ നമുക്കറിയാം. 24 വാക്യത്തിൽ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾ സംതൃപ്തിയോടെ ചോദിച്ചതിലും നനച്ചതിലും അധികമായിട്ട് അത് പ്രാപിക്കണം. യേശു ഉറപ്പ് തന്നു. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും എല്ലാം അങ്ങോട്ട് മാറി അങ്ങോട്ട് പഠിക്കുക. ഓരോ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റായിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ജ്വലിക്കുവാനും ബൈബിളുമായിട്ടുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കാനും ഇടയാകും. പ്രാർത്ഥന, ബൈബിൾ പഠനം, ആരാധന, ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കരുത്. വെറുതെ ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് വെറുതെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. വീട്ടിലെ ജോലിയും ചെയ്ത് അങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഉപവാസം നിർത്തുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ശരീരത്തെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ മാറിയിരിക്കാൻ ഒരവസരം നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കണം. വീട്ടിലുള്ളവരോട് പറയണം, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ആണ്, ഞാൻ മാറിയിരിക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ആരംഭിക്കുക. പാരമ്പര്യമായ വെറുതെ നടന്ന് സമയം കളയുന്ന ഉപവാസങ്ങൾ ശരീരത്തിനും നല്ലതല്ല, ആത്മീയ ജീവിതത്തിലും പ്രയോജനമില്ല. അത് ഉപേക്ഷിക്കുക. നല്ല ഉപവാസങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. Saints and angels bow before your throne. All the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You
the glory. Jesus, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, day and night, day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Lord. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം തുടങ്ങുന്നതാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവേ, എൻ്റെ നാഴിക വന്നോ എന്നല്ല ചോദിക്കുന്നത്. പിതാവേ, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. അതായത് യേശുവിന് തന്നെ അറിയാം യേശുവിൻ്റെ സമയമായോ ഇല്ലയോ. പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ നോക്കിയേ, ഓരോ കുരുവികൾ, കുഞ്ഞു കുഞ്ഞു കുരുവികളെ നോക്കിയേ, അവർക്കൊരു കൂടുകൂട്ടി അതിനകത്ത് മുട്ടയിടാൻ സമയമായെന്ന് അവർക്കറിയാം. എല്ലാ കുരുവികളും കൂടുകൂട്ടുന്നില്ല. എന്നാൽ ഈ ഇണക്കുരുവികൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കൂടുണ്ടാക്കുകയാണ്. ഇവർക്കറിയാം ആ കൂട്ടിനകത്ത് മുട്ടയിടാൻ സമയമായി. ആ കുരുവിക്ക് ഇതങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? ആദ്യമായിട്ട് മുട്ടയിടുകയാണ്. ഇത് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു? ഇത് എങ്ങനെ മനസ്സിലായി? എല്ലാ ജീവികൾക്കും അവർക്ക് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്ക് ഇതിനേക്കാൾ അധികമായിട്ട് അടുത്ത കാര്യം എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകും. നാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. എനിക്കറിയാം പിതാവേ, എൻ്റെ സമയമായി. അല്ലാതെ മോനെ, നിന്റെ നാഴിക വന്നിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രനാണ്,
നീ അടുത്തത് ഇന്നത് ചെയ്. അല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഓരോ ഡയറക്ഷൻ, ഓരോ വഴിയിലേക്ക് തിരിയാനുള്ള ഡയറക്ഷൻ ഉള്ളിൽ നിന്ന് തന്നെ ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെ. എത്രയോ പേര് അങ്ങനെ ദൈവമില്ലാത്തവർ പോലും ഓരോ നല്ല ഡയറക്ഷനിലേക്ക് പോയി അവർ ഉയർന്നില്ലേ? അതിൻ്റെ പുറകിലും ആരാണ്? ദൈവമാണ്. അപ്പൊ തെറ്റായതിലേക്ക് പോയതോ അത് പിശാച് അവരെ ഡയറക്റ്റ് ചെയ്തതാണ്. എന്നാൽ എല്ലാ നല്ല നീക്കങ്ങളും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞതൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരും. യേശു പറയാണ്, പിതാവേ, എൻ്റെ സമയമായി, എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത വാക്യം എങ്ങനെയാണ്? നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, എനിക്ക് നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും. യേശുവിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, പിതാവേ, സമയമായി, എനിക്ക് നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നതേ അതിനാണ്, പിതാവിനെ ഒന്ന് മഹത്വപ്പെടുത്താനാണ്. പിതാവിന് വലിയ മഹത്വം ഉണ്ടാകണം. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് യേശു പരിചയപ്പെടുത്തിയത് പിതാവിനെയാണ്. കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശുവിൻ്റെ ഓരോ പ്രസംഗത്തിലും ഈ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മ തരും. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴയും ഉദിപ്പിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. മാത്രമല്ല, ലാസറിന്റെ കല്ലറക്കൽ നിന്ന് പിതാവേ, നീനെ ഇവിടെ അയച്ചു എന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും പിതാവിന് മഹത്വം കൊടുത്താണ് യേശു പ്രവർത്തിച്ചത്, എവിടെ പോയാലും. അതുകൊണ്ട് മറുരൂപമലയിൽ ചെന്നപ്പോഴും 3 കുടിലിവിടെ ഉണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഉടനെ ഒരു ശബ്ദം സ്വർഗത്തിലുണ്ടായി, ആകാശത്തുണ്ടായി. അവർ പേടിച്ച് വീണ് കടന്നു താഴെ. 3 പേർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. മോശയ്ക്കോ ഏലിയാവിനോ ചെവി കൊടുക്കുന്ന കാലം കഴിഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. ഇന്ന് മോശയ്ക്കും ഏലിയാവിനും ചെവി കൊടുത്തു നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ സീസൺ കഴിഞ്ഞു. ഇവന് ചെവി കൊടുപ്പിൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശു ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എനിക്ക് നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം, അതിന് എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണമേ. നീ എന്നെ ഒന്ന് മാനിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് മാനിക്കാൻ കഴിയും. ഒരു നല്ല പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നെ ഈ ദേശത്തൊന്ന് മാനിക്കണമേ, അത് എനിക്ക് നിന്നെ ഒന്ന് മാനിക്കാനാണ്. എത്ര നല്ല ഒരു പ്രാർത്ഥനയാണ്. ചിലർ പറയും, നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു തല ഉയർത്തി നടക്കണം. സ്വന്തം ഗമയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നതും ദൈവത്തിന് മഹത്വം കിട്ടാനായിട്ട് ഒരു വീട് വെക്കുന്നതും രണ്ടാണ്. ദൈവം എനിക്കൊരു ഭവനം തന്നു, ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നന്നാക്കി, ദൈവം എനിക്കൊരു നല്ല ജോലി തന്നു, ദൈവം എനിക്കൊരു വിദേശയാത്ര തന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നമുക്കൊരു മഹത്വം തരുന്നത് എത്ര ശ്രേഷ്ഠമാണ്. പിതാവേ, എനിക്ക് നിന്നെ ഒന്ന് ശരിക്കും മഹത്വപ്പെടുത്തണം, അതിനുവേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണേ. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വീട് വെച്ചപ്പോൾ ചാനലുകാരും എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അദ്ദേഹത്തിനെതിരെ കുറേ പ്രശ്നങ്ങളുണ്ടായി.
അന്ന് വരെയും തിരിഞ്ഞു നോക്കാത്ത നാട്ടുകാരും ബന്ധുക്കളെല്ലാം അതിനെതിരെ കൊടി പിടിച്ചു. കാരണം അദ്ദേഹം വലിയൊരു വീട് വെച്ചു. ആ വീടുണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ആരും ഉണ്ടായില്ല. വണ്ടി ഇടിച്ച് തകർന്ന് തരിപ്പണമായി നടക്കാൻ കഴിയാതെ വയ്യാത്തവനായി കടക്കാരെ കൊണ്ട് മുങ്ങി നടക്കുന്ന സമയത്ത് ആരും സഹായിക്കാനുണ്ടായില്ല. എന്നാൽ അതേ സ്ഥലത്ത് അദ്ദേഹം ഒരിക്കൽ കരഞ്ഞു, കർത്താവേ, എന്നെ ഈ മണ്ണിൽ തന്നെ മാനിക്കണേ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു ചെറിയ വീട്, മച്ചൊക്കെ ഉള്ള ഒരു കൊച്ചു വീട്, അമ്മയും മകനുമുള്ള ഒരുമിച്ചുള്ള പാർക്കലാണ്. ആ വീട്ടിനകത്ത് ഒരു ദിവസം ഇരിക്കുമ്പോൾ വലിയ എൻകൗണ്ടർ ഉണ്ടായി. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വരെ പൊട്ടിത്തെറിച്ചു. ആ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ ആ സ്ഥലം വരെ എന്നെ കാണിച്ചു തന്നു. അതുപോലൊരു ദൈവ മഹത്വം ആ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കിയതും ആത്മഹത്യ ചെയ്യാൻ പോയ അദ്ദേഹത്തെ നീ മരിക്കരുതെന്ന് യേശു ഇറങ്ങി വന്ന് പറഞ്ഞതും എല്ലാം എന്നോട് സാക്ഷ്യം പറഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ പോയ ആ വീട്ടിനകത്ത്, ആ വീട് ഇരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ദൈവം വിശാലമായൊരു വീട് കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ ഇളകി. എന്താണ് ഇത്രയും നല്ലൊരു വീട് വെച്ചത്? ഇതാണ് ലോകം. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. എന്നാൽ ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങുമ്പോൾ പിശാചി ഇളകും. നിനക്കൊരു മാന്യത വന്നാൽ പിശാചി ഇളകും. അദ്ദേഹം ആ വീട്ടിൽ പാർക്കുമ്പോൾ വീട് കയറി താമസം വെക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അതുപോലെ പിശാചി ഇളകി, അസൂയ വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് ചെല്ലാനും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും എനിക്കൊരു ദിവസം ഒരവസരം കിട്ടി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ വിഷമങ്ങളെല്ലാം അദ്ദേഹത്തെ ദൈവം നടത്തിയത് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഈ വീട് ഇവിടെ ഉയർന്നപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് വലിയ മഹത്വമാണ്. ദൈവം എന്നെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയതാണ്. കാരണം ഞാൻ ഈ ദേശത്ത്, ഈ സ്ഥലത്ത് ആത്മഹത്യ ചെയ്യേണ്ട ആളാണ്. ഈ ദേശത്ത് ഞാൻ കഷ്ടപ്പെട്ടവനാണ്. ഈ ദേശത്ത് നിന്ദിക്കപ്പെട്ട് തലതാഴ്ത്തി നടന്നവനാണ്. ഇതേ സ്ഥലത്ത് എനിക്കൊരു മനോഹരമായ വീട് തന്നപ്പോൾ ദൈവം എന്നെ മഹത്വപ്പെടുത്തിയതാണ്. എന്തിന് ഞാൻ ഇത്രയും വിശദീകരിച്ചു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മഹത്വപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഒറ്റപ്പെട്ടോ, എവിടെ തകർന്നോ, അവിടെ ദൈവത്തിന് നമ്മെ ഒന്ന് മാനിക്കണം. അവിടെ മാനിക്കുമ്പോഴാണ് ദൈവത്തിനും മഹത്വം ഉണ്ടാകുന്നത്. എന്നാൽ സങ്കടമെന്ന് പറയാം, എത്രയോ കുടുംബങ്ങളെ ദൈവം മാനിച്ചു. അവരാരും ദൈവത്തെ മാനിക്കാൻ വേണ്ടി ആ മാന്യത ഉപയോഗിച്ചില്ല. അവർ ദൈവത്തെ മറന്നു. അവർക്ക് സൗകര്യങ്ങളും ജീവിത ചുറ്റുപാടുമായപ്പോൾ ആദ്യം മറന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ എല്ലാം മറന്നു കളഞ്ഞു. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങനെ തിരിയും. എന്നാൽ എന്തിനു വേണ്ടിയാണ് നമ്മെ ദൈവം മാനിക്കുന്നത്? ദൈവത്തെ മാനിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ ബൈബിളിൽ പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതിൻ്റെ അർത്ഥം മാനിച്ചു കഴിയുമ്പോഴല്ല മാനിക്കുന്നത്, മാനിക്കുന്നവനെ കർത്താവിനെ അറിയാം. ദൈവത്തെ മാനിക്കണം. എല്ലാ നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പണം കൊണ്ട്, സമയം കൊണ്ട്. പണം മാത്രം പോരാ, സമയം. പണം കൊണ്ട്, സമയം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, താലന്ത് കൊണ്ട്, തലമുറയെ കൊണ്ട്, എല്ലാം എങ്ങനെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താമോ അതെല്ലാം നമുക്ക് നന്മയല്ലേ? ഇന്ന് ഇത് പലർക്കും അറിയില്ല. അവര് ഈ സത്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. പിശാച് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഇല്ലായ്മ വേദനകൾ അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം. പിതാവേ, നിനക്ക് മഹത്വം കിട്ടുന്ന ഒരു മഹത്വം എനിക്ക് തരണേ. നിനക്ക് മഹത്വം കിട്ടാത്ത ഒന്നും എനിക്ക് വേണ്ട കർത്താവേ. അത് വണ്ടിയായാലും, ചിലർ വണ്ടി
ചില പിള്ളേർ വണ്ടി മേടിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കി വണ്ടി മേടിച്ച് അപ്പന്മാർ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട്. ആ വണ്ടി കൊണ്ട് വന്നിട്ട് പിന്നെ ആ ചെറുക്കൻ പിന്നെ ചർച്ചിൽ വന്നിട്ടില്ല. ആ വണ്ടി അവനെയും കൊണ്ട് പോയി. വണ്ടിയും കൊണ്ട് അവനല്ല പോയത്, അവനെയും കൊണ്ട് വണ്ടി പോയി. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ചില മാന്യതകൾ അവനെയും കൊണ്ട് പോകും, ചില ഉയർച്ചകൾ അവരെയും കൊണ്ട് പോകും. അത് ദൈവീകമല്ല. എന്തെല്ലാം ഉണ്ടായാലും ദൈവത്തെ ആദ്യം ഓർക്കാൻ നമ്മൾ മറക്കരുത്. ആവർത്തന പുസ്തകം 8:12 വായിക്കുമ്പോൾ, നിനക്ക് ആടും മാടും സ്വത്തും പൊന്നും വെള്ളിയൊക്കെ കൂടുമ്പോൾ നീ എന്നെ മറന്നു കളയരുത്. ദൈവത്തെ മറക്കുന്ന ഒരു മഹത്വവും നമുക്ക് വേണ്ട. എന്നാൽ ദൈവത്തെ മാനിക്കാനുള്ള മഹത്വം ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. ഈ മർമ്മങ്ങൾ ഹൃദയത്തിലിരിക്കട്ടെ. അസാധാരണ വിടുതലുകൾ നിങ്ങൾ കണ്ടിരിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ പൊതിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ ഇന്നു മുതൽ കാണട്ടെ. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം കിട്ടാൻ വേണ്ടി ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു മാന്യത കൊടുക്കണേ. അവരുടെ സാഹചര്യങ്ങളെ മാറ്റണമേ. ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നിന്ദകളെ മാറ്റി മാന്യതകൾ കൊണ്ട് നിറയ്ക്കണമേ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇതെല്ലാം സംഭവിക്കും. ഈ വിടുതലുകളെല്ലാം കാണും. അതിനാണല്ലോ യേശു നമ്മെ വിളിച്ചത്. കർത്താവ് വിളിച്ച എല്ലാവരും കർത്താവ് മാനിച്ചിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരിക. നാളെയും ഇന്നും നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേ പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.